കിത്തന സോറി എത്രയായി? 200. ബാഗ് എടുത്ത് വെച്ചേക്ക്. മോളു എണീക്ക്, ആരാ നോക്കട്ടെ. എന്താടി ഒരു അമ്പരപ്പ്? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, നിങ്ങളെ പ്രതീക്ഷിക്കാൻ നിങ്ങൾ വിശിഷ്ടാതിഥിയൊന്നും അല്ലല്ലോ ഇവിടെ. ഞാൻ ഇനി വരില്ലെന്ന് നീ കരുതി അല്ലടി? കഷ്ടം. ഇല്ല, നിങ്ങൾ വരുമെന്ന് എനിക്ക് ശരിക്കും അറിയായിരുന്നു. നീ എന്താ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിരിക്കുന്നേ? അതും ഈ പകൽ സമയത്ത്. മുംബൈന്നും ചെന്നൈന്നും ബാംഗ്ലൂരിന്നും ഒക്കെ ഓരോ അലവലാദികൾ ഇടിച്ചു കയറി വരാതിരിക്കാൻ വേണ്ടിട്ടാ. എന്താടി പുതിയൊരു അഹങ്കാരം? എല്ലാം ഞാൻ തീർത്തു തരാം. അതിനും കൂടിയാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. നരേന്ദ്രൻ എവിടെ? എൻക്വയറി ചെന്ന് ചോദിച്ചാ മതി. നീ ഗുണം പിടിക്കാനുള്ളവളല്ല. ഹായ് മോളു, നീ എന്താ പതുങ്ങി നിൽക്കുന്നേ? ഇങ്ങ അടുത്ത് വാ. നിന്റെ അമ്മയല്ലേ വിളിക്കുന്നേ? വാ മോളെ, നിന്നെ ഞാനൊന്ന് കാണട്ടെ. പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ കൂടെ. സുഖാണോ എന്റെ മോൾക്ക്? അമ്മ മോളുടെ കാര്യമെല്ലാം മുംബൈയിലുള്ള നമ്മുടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. അവരെല്ലാരും മോളെ കാണാൻ കൊതിച്ചിരിക്കുക. നമുക്ക് ഒന്നിച്ചു പോവാം കേട്ടോ. മോളെ എന്റെ കൂടെ വരില്ലേ? മുംബൈയിലുള്ള നിങ്ങളുടെ ഗുണ്ടാ സംഘത്തിന് കണ്ടു കൊതി തീർക്കാനുള്ളതല്ല ഈ കുട്ടി. ഇവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാന്നും വിചാരിക്കണ്ട. നീ ആരടി എന്നെ വെല്ലുവിളിക്കാൻ? എനിക്ക് നിന്നെ ഒന്നും ഞെരടാൻ പോലും ഇല്ല. ഓ, നിങ്ങൾ അങ്ങനെയാണ് ആളുകളെ കൊല്ലുന്നതല്ലേ? അതെങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നരേന്ദ്രന്റെ ഭാര്യ. മോള് പേടിക്കണ്ട, ഇതൊക്കെ മോളുടെ അച്ഛൻ കൈകാര്യം ചെയ്തോളും. വാ. അമ്മേ, അമ്മേ അവിടെ തിരിച്ചു വന്നു. ആര്? കൽപ്പന. അല്ലാതാരാ? അവള് തനിച്ചേ ഉള്ളോ? ഇപ്പൊ തനിച്ചേ ഉള്ളൂ. അവളുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വരുമെന്നും പറഞ്ഞാണല്ലോ പോയത്. ബാക്കിയുള്ളവരൊക്കെ പുറകെന്ന് വരുന്നതേ ഉള്ളായിരിക്കും. മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഒരു സൈന്യം കൂടെ ഉള്ളതുപോലെ. അത്ര തന്റെ ഇടം. ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും അവളെ സൂക്ഷിക്കണം. തോക്കും ബോംബും ഒക്കെ കൊണ്ടുവരുന്ന എന്നോട് പറഞ്ഞത്. നമ്മളാരും കൽപ്പനയോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഇവിടെയുള്ള എല്ലാവരെയും അവള് ശത്രുക്കളായിട്ടല്ലേ കണ്ടിരിക്കുന്നത്. അവള് വരുമ്പോഴേക്കും നമ്മളോട് സ്ഥലം വിട്ടോളണമെന്ന് പറഞ്ഞിട്ട് അവൾ അന്ന് പോയത്. ഇത്തവണ അവളുടെ വരവ് രണ്ടും കൽപ്പിച്ചു തന്നെ. ഓ, ഒരു തരത്തിലും നമ്മൾ അവളെ എതിർക്കാൻ പോണ്ട. കഴിയുന്നത്ര അടുത്തുകൂടണം. എന്നിട്ട് അവളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒന്നും വിട്ടു പറയുന്ന സ്വഭാവക്കാരിയല്ല. അവളുടെ രഹസ്യം ചോർത്താനൊന്നും അത്ര എളുപ്പമല്ല. നരേന്ദ്രനുമായിട്ട് അവൾക്ക് എന്തോ ബന്ധമുണ്ടെന്നുള്ളത് തീർച്ചയല്ലേ? അതെന്താണെന്ന് നമ്മൾ പിടിച്ചെടുക്കണം. നോക്കാം. ഞാൻ ജയേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ആ വിജിതേ, എത്രയും പെട്ടെന്ന് അവനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ശരി. അവരോടെ കൽപ്പന
എങ്ങനെ അറിഞ്ഞു? ഇവിടെ ഒരു തലമുടി നാഴിക പൊഴിഞ്ഞാൽ ഞാൻ അറിയും. എവിടെയാ അവള്? മുകളിലുണ്ട്. വലിയ ഭീഷണിയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. എന്ത് ഭീഷണി? ഇവളെ കൊണ്ടുപോകുമെന്ന്. അത് പുതിയ ഭീഷണിയൊന്നുമല്ലല്ലോ. ഞാൻ അവളൊന്ന് കാണട്ടെ. വാക്കുതർക്കവും വഴക്കൊന്നും വേണ്ട. അവരുമായിട്ടൊരു ഒത്തുതീർപ്പാകാമെങ്കിൽ അതല്ലേ നല്ലത്. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണം. ഞാൻ ആരോടും വഴക്കിനും ഗുസ്തിക്കൊന്നും പോവുകയല്ല. ആരോടും യുദ്ധം ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. അവർക്ക് കുറച്ച് സ്വത്താണ് വേണ്ടതെങ്കിൽ വിട്ടുകൊടുത്തേക്കണം. സ്വത്തിനു വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൊല്ലാൻ മടിക്കാത്തവരാ. മതി. എന്തായാലും ഞാൻ അവളെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. നിവൃത്തിയില്ലാതെ വന്ന മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാനും എനിക്കറിയാം. മോള് പേടിക്കണ്ട. मैं हम पहुंच गया। बच्ची यहीं पे है। नरेंद्र को नहीं दिखा, शायद ऑफिस में होगा। आने दो, अपना फॉर्मूला उसके सामने रहता हूँ। हाँ जी, हाँ देखते हैं वो क्या बोलता है, उसे हिसाब से फाइनल डिसीजन लेंगे। हाँ हाँ जी, ओके 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 बाय। ഹായ് നരേന്ദ്രൻ. നീ പിന്നെ വന്നോ? ഞാൻ വരില്ലെന്ന് കരുതിയോ? ഞാൻ എന്റെ മോളെ വിട്ടിട്ട് പോവോ? മുംബൈയിൽ എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ. അത് കഴിഞ്ഞു തിരിച്ചു പോന്നു. എന്താ നരേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ വന്നത്? ഇല്ല. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും നരേന്ദ്രൻ പണ്ടേ തന്നെ സ്നേഹമില്ലാത്തവനാ. അതുകൊണ്ടാണല്ലോ ഞാൻ 14 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അത് നിങ്ങൾ ചെയ്ത കൊടും പാതകത്തിനുള്ള ശിക്ഷ. അല്ല നരേന്ദ്ര, നീ അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയി. അതിന്റെ ശിക്ഷയാണ് ഞങ്ങൾ അനുഭവിച്ചത്. നീ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ ഐ വിറ്റ്നസ്, ഏക ദൃക്സാക്ഷി. നിന്റെ മൊഴിയാ എന്നെ 14 വർഷം ജയിലിൽ കിടത്തിയത്. ഇല്ലെങ്കിൽ ഒരു കോടതിയും എന്നെ ശിക്ഷിക്കില്ല, ഞങ്ങളെ ആരും ശിക്ഷിക്കില്ല. കോടതിയിൽ ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ എനിക്കിന്നും കുറ്റബോധമില്ല, അഭിമാനം മാത്രമേ ഉള്ളൂ. ഒരു സത്യസന്ധൻ എങ്ങനെ ചിരിക്കാതിരിക്കും? നീ എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്നു മുതലാ നരേന്ദ്രൻ സമാധാനപ്രിയനായത്? തളിരു പോലുള്ളൊരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞപ്പോ നരേന്ദ്രന് സുഖമായിട്ട് ജീവിക്കാനൊരു കൊതി അല്ലേ? മുംബൈയിൽ നരേന്ദ്രൻ ഒരു ചോരക്കൊതിയനായിരുന്നല്ലോ. എനിക്കായിരുന്നില്ല ചോരക്കൊതി, നിനക്കും നിന്റെ ഭർത്താവിനും. ചോരക്കൊതി മാത്രമല്ല, ദുരാഗ്രഹം, അത്യാർത്തി, പണത്തിനോടും സ്വത്തിനോടും. ആ അതെ, അതിനിയും തീർന്നിട്ടില്ല നരേന്ദ്ര. കൽപ്പനയുടെ ചോരക്കൊതി തീരണമെങ്കിൽ അവൾ ആശിച്ചത് കിട്ടണം. ഇല്ലെങ്കിൽ നരേന്ദ്രൻ അനുഭവിക്കും. എന്റെ ജയിൽവാസം കഴിഞ്ഞു 14 വർഷം. ഇനി നിന്റെ ഊഴമാ നരേന്ദ്ര. ഞാൻ നിന്നോട് വഴക്കിനില്ല. നമുക്കൊരു കോംപ്രമൈസ് ആവാം. കൂടിയാലോചിച്ച് നമുക്കൊരു ഫോർമുല കണ്ടെത്താം. വിട്ടുവീഴ്ചക്ക് ഞാൻ തയ്യാറാ. കൽപ്പന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ചോദിക്കുന്നത് കിട്ടണം, അതാണ് എന്റെ ഫോർമുല. അത് നടക്കില്ല കൽപ്പനെ. കോംപ്രമൈസ് എന്ന വാക്കിന്റെ അർത്ഥം വേറെ. ഇപ്പൊ ഇവിടെ വാക്കുകളുടെ അർത്ഥം നിശ്ചയിക്കുന്നത് ഈ കൽപ്പനയാ നരേന്ദ്ര. നിന്റെ വിരട്ടൊന്നും ഇവിടെ നടക്കില്ല. നീ നല്ലപോലെ ആലോചിക്ക്. മുംബൈയിൽ വിളിച്ച് നിന്റെ ആൾക്കാരോട് ആലോചിക്ക്. പതിയെ മതി, ധൃതിയൊന്നുമില്ല.
ഗുഡ് മോർണിംഗ്. മോനെ ഹരിക്കുട്ട പത്രം വന്നില്ലേടാ? ഒരുത്ത കൊണ്ടുപിടിച്ചിരുന്ന് വായിക്കുന്നു. ഒരു ടാക്സി ഡ്രൈവറെ. എന്താ മാഡം, ഓട്ടം പോണോ? ആ പത്രം ഇങ്ങോട്ട് വന്നേ. നിനക്ക് അക്ഷരം വല്ലതും അറിയോ അതോ പടം കാണുന്നേ ഉള്ളൂ? അക്ഷരം വലിയ പിടുത്തമില്ല, സിനിമാ പടം കാണുക. നിന്നോടല്ലേ പറഞ്ഞത് അതൊക്കെ തരാൻ? ഇപ്പൊ തരാം. നിന്നോട് പറഞ്ഞേ കേട്ടില്ലേ? അമ്മക്ക് പത്രം കൊടുക്ക്. കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ചാരമക്കോളം കൂടി ഒന്ന് നോക്കിയോട്ടെ. ഇവനോട് പറഞ്ഞ വീട് മോനെ പത്രം കീറും. പിന്നെ ആരുടെയും വായന നടക്കത്തില്ല. ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. വീട് ഒരു മിനിറ്റ്, ഇത് കൂടെ ഒന്ന് നോക്കിയോട്ടെ. കുഞ്ഞഗസ്തി 96 താഴത്ത് വീട്ടിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു വരും. 96 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചിരിക്കും അല്ലേ? കുഞ്ഞഗസ്തി ചേട്ടന് നല്ല സ്വഭാവമായിരുന്നിരിക്കും അല്ലേ ഹരീഷ്? മുല്ലപ്പെരിയാർ കേരളത്തിന് ചെയ്യാനുള്ളത്. ഇനി എന്നാ ചെയ്താലും കണക്കാ. അതാ പിടിച്ചോ. ഇനി നിന്റെ പട്ടിക്കൂട്ടി കൊടുക്കടാ. മോനെ ഹരിക്കുട്ട, ദാ പിടിച്ചോ. നിനക്ക് തരാൻ നിന്റെ അമ്മ പറഞ്ഞു. അങ്കിള് പത്രം വായിക്കായിരിക്കും അല്ലേ? അല്ലല്ലോ, മീൻ പിടിക്കുക. കണ്ടാൽ അറിഞ്ഞൂടെ? അങ്കിളെ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ആ ബോംബെക്കാർ വീണ്ടും ഭീഷണിയായിട്ട് വന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആര് പറഞ്ഞു കുഴപ്പമുണ്ടെന്നോ? അല്ല, അമ്മ പറഞ്ഞു അവള് തോക്കും ബോംബും ഒക്കെ ആയിട്ടാ തിരിച്ചു വന്നിരിക്കുന്നതെന്ന്. ആയിക്കോട്ടെ, അതിനെന്താ? നരേന്ദ്രൻ തോക്കും ബോംബൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. എന്താ, നിനക്കൊക്കെ പേടിയുണ്ടോ? അങ്കിളെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട്. അങ്കിൾ ഒന്നും പേടിക്കണ്ട. എനിക്ക് പേടിയുണ്ടെന്ന് ആര് പറഞ്ഞു? അതല്ല അങ്കിളെ, ഒരു പുതു ശത്രു വരുമ്പോ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ? അതല്ലേ ശക്തി. എന്ത് സഹായം വേണമെങ്കിലും അങ്കിൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങളുണ്ട്. എടാ, നേരെ ചൊവ്വ നീയൊക്കെ ഒരു തോക്ക് കണ്ടിട്ടുണ്ടോ? ബോംബെന്ന് പറഞ്ഞ ബോണ്ട പോലെ ഇരിക്കുന്ന ഒരു സാധനമാണെന്നല്ല നിന്റെയൊക്കെ വിചാരം. അങ്കിളെ, നമുക്ക് ആ ബോംബെക്കാരെ ഇവിടുന്ന് പറപ്പിക്കാം. നമ്മുടെ ശക്തി ഒന്ന് തെളിയിച്ചു കൊടുക്കണമല്ലോ. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. അതെനിക്കറിയാം മാനേജ് ചെയ്യാൻ. 2 ശക്തിമാന്മാർ വന്നിരിക്കുന്നു. ഞാൻ അമ്മയൊന്നും കണ്ടിട്ട് വരട്ടെ. അങ്കിളെ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. അത് അങ്കിള് ക്ഷമിച്ചേ. ക്ഷമിച്ചില്ലെങ്കിലോ നീ എന്നെ വെടിവെക്കൂ. അങ്കിളെ, അവനവന്റെ ആൾക്കാരെ ആപത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവരല്ല ഞങ്ങള്. മരണം വരെ ഞങ്ങൾ അങ്കിളുടെ കൂടെ നിൽക്കും. ആരുടെ മരണം വരെ? എന്റെയോ അത് നിങ്ങളുടെ? അങ്കിൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാ അടുക്കള ചെന്ന് വല്ലതും തിന്നാണ്ടെങ്കിൽ എടുത്ത് നിന്നിട്ട് പോടാ. സഹായിക്കാൻ വന്നിരിക്കണം. നരേന്ദ്രൻ എവിടെ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ഓ, കേട്ടു. എന്നിട്ട് എന്താ നീ മറുപടി പറയാത്തെ? മരണോരും പോണോരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട്. ഞാനാണോടി നിന്റെ നോട്ടത്തിൽ വരണോരും പോണോരും? നീ ആരാന്നോ നിന്റെ വിചാരം? നല്ല ഒന്നാം തരം അഡ്രസ് ഉണ്ട് എനിക്ക്. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യ. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യ? നീ എന്നാടി നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയായത്?
3-4 ദിവസം മുൻപ് കാമുകന്റെ ഒപ്പം ഒളിച്ചോടാൻ പോയവളല്ലേ നീ? അതെന്റെ അറിവില്ലായ്മ കൊണ്ടും ബുദ്ധിമോശം കൊണ്ടും സംഭവിച്ചു പോയതാണ്. ഇപ്പോ ഞാനത് തിരുത്തി. നീ എങ്ങനെ തിരുത്തി? മാർക്ക് ലിസ്റ്റ് തിരുത്തുന്ന പോലെയോ? അതെങ്ങനെയോ ആയിക്കോട്ടെ. എന്റെ ഭർത്താവായ നരേന്ദ്രൻ തമ്പിക്ക് അത് ബോധ്യമായിട്ടുണ്ട്. മുംബൈയിലെ അധോലോകത്തിൽ നിന്ന് വന്ന അഭിസാരികയ്ക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ദേ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ നാവ് പിഴുതു കളയാൻ ഞാൻ. നിനക്ക് കാണണോ? ദേ, നീ ആളറിയാതെ എന്റെ അടുത്ത് കളിക്കുന്നത്. ഞാൻ ആരോടും ഒരു കളിക്കും വരുന്നില്ല, വരാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിന്നോട് ഞാൻ നരേന്ദ്രൻ എവിടെയെന്ന് ചോദിച്ചത് വെറുതെ അല്ല. എനിക്ക് നരേന്ദ്രനെ ഒന്ന് കാണണം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ, എന്നോട് ചോദിക്കണ്ട. എനിക്ക് കണ്ടാ മാത്രം പോരാ. ഇന്നൊരു രാത്രി നരേന്ദ്രൻ എന്റെ കൂടെ ആയിരിക്കും. എന്താടിയൊന്നും മിണ്ടാത്തെ? നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? അയ്യോ, വിരോധ അശേഷം പോലുമില്ല. ഒരു രാത്രിയിലത്തേക്ക് മാത്രം ആക്കണ്ട, നിങ്ങളങ്ങ് എടുത്തോണ്ട് പൊയ്ക്കോ. ആഹാ, നിന്റെ കെട്ടിയവനെ ആദ്യ ഭാര്യ വന്ന് റാഞ്ചിക്കൊണ്ടു പോകുമ്പോ അസൂയയും കുശുമ്പും കൊണ്ട് നീറേണ്ടതാണല്ലോ. എന്തു പറ്റി പുത്തൻ പെണ്ണിന്? എന്റെ വിശാല മനസ്ഥിതി കാരണം ഞാനിങ്ങ് വിട്ടുതരിക. എടുത്തോ. മുമ്പ് ഒരു രാത്രി ഞാൻ വന്ന് നരേന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോയപ്പോ ഈ വിശാല മനസ്ഥിതി കണ്ടില്ലല്ലോ. ഞാനും നരേന്ദ്രനും അടിപൊളി ടൂർ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നീ കുഴിബോംബ് പൊട്ടുന്നത് പോലെയാണല്ലോ പൊട്ടിത്തെറിച്ചത്. ഇപ്പൊ എവിടുന്ന് വന്നിട്ട് ഇത്രയും വിശാല മനസ്സ്? അന്ന് പൊട്ടിത്തെറിച്ചെങ്കിലേ അതെന്റെ അറിവില്ലായ്മ. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം ശുദ്ധ നുണയാണെന്ന്. നിങ്ങൾ നരേന്ദ്രൻ തമ്പിയുടെ ആദ്യ ഭാര്യയുമല്ല, ഒരു ചുക്കുമല്ല. ഒരു കാര്യം മാത്രം ശരിയാ, നിങ്ങളൊരു കൊലപാതകിയ. പണത്തിനോടുള്ള അത്യാഗ്രഹം മൂത്ത് ശീതളിന്റെ അച്ഛനമ്മമാരെയും സേവകരെയും അരുങ്കൊല ചെയ്ത. നിക്ക്, എന്താടി നിർത്തിയത്? പറഞ്ഞു വന്നത് പൂർത്തിയാക്കടി. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, പിന്നെന്തിനാ ആവർത്തനം? ഓ, നരേന്ദ്രൻ തമ്പി നിന്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് സകല രഹസ്യങ്ങളും ചെയ്ത പാപങ്ങളും ഏറ്റു പറഞ്ഞു അല്ലടി? വെറുതെ അല്ല നിന്റെ ഈ മഹാമനസ്കത. കൊള്ളാം, ഞാൻ തമ്പി ഒന്ന് കാണട്ടെ. ഇതിന്റെ ബാക്കി ഞാൻ അയാളോട് ചോദിച്ചോളാം. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മുറിയിൽ നോക്കിയിട്ട് കണ്ടില്ല. ഇന്നും മറ്റേ യക്ഷിയുടെ കസ്റ്റഡിയിലാണല്ലോ അങ്കിൾ. ഛേ, എന്തൊരു കഷ്ടമാ. നമ്മൾ എന്തിനാ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നേ? ഞാൻ എന്ത് ചെയ്യണം? എതിർക്കണം. വാതിലടച്ച് രണ്ടുപേരും കൂടെ അകത്തിരിക്കുക. എന്തായാലും പൂജയോ ഹോമൊന്നും അല്ലല്ലോ അവിടെ നടക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാ എതിർക്കാത്തത്? നിങ്ങളുടെ ബന്ധുവല്ലേ, കുഞ്ഞമ്മയുടെ സ്വന്തം കൂടപ്പിറപ്പല്ലേ. അത് പിന്നെ ഞങ്ങൾക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ലേ, സ്വന്തം ആങ്ങളെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഏതെങ്കിലും സഹോദരി മിണ്ടാതിരിക്കോ? ഒന്ന് ഉപദേശിക്കെങ്കിലും ചെയ്യാലോ, അല്ലേ? അയ്യോ, ജേട്ടന്റെ അമ്മയ്ക്ക് അങ്കിളിനെ പേടിയാ. അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ ഞങ്ങൾ ഈ വീട്ടിൽ നാട്ടിപ്പയക്കും. ഒരു തവണ അങ്ങനെ ഇറക്കി വിട്ടതല്ലേ. എന്തുമാത്രം ബുദ്ധിമുട്ടിയാ പിന്നെ അകത്ത് കയറിയിരിക്കുന്നത് അതറിയാലോ. തമ്പി കൊള്ളരുതാത്തവനാണെങ്കിൽ ആ മനുഷ്യന്റെ ചെലവിൽ കിട്ടുന്ന സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെയല്ലേ അന്തസ്സുള്ളവർ ചെയ്യ? കള്ളനും ദുർമാർഗിയും വ്യഭിചാരിയും കൊലപാതകിയുമായ ഒരാളിന്റെ വീട്ടിൽ താമസിക്കുക, അയാളുടെ ഊണുമേശയിൽ നിന്നും മൃഷ്ടാനം കഴിക്കുക, അയാളോട് പണം ഇരന്ന് വാങ്ങുക, അയാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബാക്കിയൊക്കെ അമ്മുന്റെ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ തലയിലെടുത്തുണ്ടല്ലോ, അതനുഭവിക്കാതെ രക്ഷയില്ല. നിക്ക്, എന്റെ തലയിലെടുത്ത് ഞാൻ സഹിച്ചു. ഇനി എന്നെ എരികേറ്റാൻ നോക്കണ്ട. നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് മനസ്സിലായി. നരേന്ദ്രൻ തമ്പി ആരാണെന്ന് എനിക്കറിയാം, ആ സ്ത്രീ ആരാണെന്നും അറിയാം. നിങ്ങളെ മാത്രമേ എനിക്ക് മനസ്സിലാവാതുള്ളൂ. പാല് തരുന്ന കൈക്ക് കടിക്കുന്ന 3-4 വിഷജീവികൾ.
തമ്പിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ പലതവണ ഗൂഢാലോചനകൾ നടത്തിയിട്ടും അദ്ദേഹം അതിനെല്ലാം നിങ്ങളോട് ക്ഷമിച്ചു. ഒരിക്കൽ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടും പിന്നീട് കാലു പിടിച്ച് പറഞ്ഞപ്പോ ഈ വീടിനകത്ത് കയറാൻ അനുവദിച്ചു. എന്നിട്ടും ഇനിയും നിങ്ങൾ ആ മനുഷ്യനെതിരെ ഓരോരോ ദുഷിപ്പുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? എന്റെ അടുത്ത് അത് ചെലവാക്കാൻ നോക്കണ്ട. ഇനി മേലാൽ ഇത്തരം ദോഷാരോപണങ്ങളുമായിട്ട് എന്റെ അടുത്ത് വരരുത്, കേട്ടല്ലോ? അത് ഞാനും തമ്പിയും തമ്മിലുള്ള വിഷയം ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. പുറമേ നിന്നുള്ള ആരുടെ ഉപദേശം വേണ്ട. പോയാട്ടെ. ഏ